മുനമ്പം സമരം കടുപ്പിക്കാനൊരുങ്ങി സമരസമിതി. 450-ാം ദിനത്തോടെ കേരളമൊട്ടാകെയുള്ള പ്രമുഖരെ അണിനിരത്തി സമര പരമ്പര ഒരുക്കാനാണ് നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന സർക്കാരിന്റെയും UDF-ന്റെയും ഇരട്ടത്താപ്പ് തുറന്നുകാട്ടും വിധമുള്ള പ്രചരണമാണ് നടത്തുക. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ ഉപാധിയോടെ ഭൂനികുതി സ്വീകരിച്ചു തുടങ്ങിയതോടെയാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതി സമരം അവസാനിപ്പിച്ചത്. കേവലം കരമടയ്ക്കാനുള്ള അവകാശം മാത്രമല്ല, ഭൂമിയിലെ സമ്പൂർണമായ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നതിനാൽ ഭൂസംരക്ഷണ സമിതി അവസാനിപ്പിച്ച സമയം തന്നെ മുനമ്പം ജനത സമരം ഏറ്റെടുക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ ഗിമ്മിക്കുകൾക്ക് ഒരു വിഭാഗം വഴങ്ങിയെന്നും മുഴുവൻ ലക്ഷ്യങ്ങളും നേടും വരെ സമരം തുടരുമെന്നും പ്രഖ്യാപിച്ചു. അവിടെ സമരം നടക്കുമ്പോൾ പറഞ്ഞാണ് നമുക്ക് ഇത് സമരം അവസാനിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് എല്ലാ അവകാശങ്ങളും നേടിക്കിട്ടും എന്ന് പറഞ്ഞ് അത് ഞാൻ അന്ന് തന്നെ പറഞ്ഞു. ഇത് ഇലക്ഷൻ്റെ ഇതിനായിട്ട് വന്നിട്ടുള്ളതാണ്. കാരണം ഇവരിനൊരൊറ്റ ആളിനെ പോലും ഞാൻ അന്ന് പറഞ്ഞത് 24-ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ നിരാഹാരിയിരിക്കുന്നത്. ഇതുവരെ ഒരാളിനെ പോലും ഞാൻ അങ്ങോട്ട് കണ്ടിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഞാൻ വന്ന ഉടനെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇവർ ഇലക്ഷൻ കണ്ടുകൊണ്ടാണ്, നിങ്ങൾ ഇതിൽ വീഴരുത്. ഇതിൽ ഒരു വിഭാഗം അവിടെ മാറി നിൽക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ ഇവരിവിടെ തുടങ്ങുകയും ചെയ്തതിൽ അതിയായ സന്തോഷം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സമരം കൂടുതൽ കടുപ്പിക്കാനുള്ള നീക്കത്തിലാണ് മുനമ്പം ജനത. സമരത്തിന്റെ 450-ാം ദിനം പ്രമുഖരായ നേതാക്കളെ അണിനിരത്തും. പിന്നീട് ഘട്ടം ഘട്ടമായി കേരളത്തിലെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ പ്രധാന വ്യക്തികളെ സമരഭൂമിയിലെത്തിച്ച് സമര പരമ്പര സജീവമാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ പ്രചാരണം ശക്തമാക്കും. വഖഫ് അധിനിവേശ വിഷയത്തിൽ ഇടതു സർക്കാരും പ്രതിപക്ഷമായ UDF-ഉം തുടർന്ന ഇരട്ടത്താപ്പ് പുറത്തു കൊണ്ടുവരികയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വീകരിച്ച മുനമ്പത്തിനൊപ്പം നിന്നവർക്ക് മാത്രം വോട്ട് എന്ന നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനും ശക്തമായി തുടരാനാണ് തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വഖഫ് അധിനിവേശ ഭൂമിയിൽ BJP സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. ജനം, കൊച്ചി.